ലീലേ, എന്റെ പുറകെ വരണ്ട. നീ എന്റെ പാട്ടിന് പോ. നിന്റെ പുറകെ മാത്രമേ ഞാൻ വരൂ. എന്നാ എന്നെ കല്യാണം കഴിക്കേ. ഞാൻ റെഡി. സത്യാണോ? സത്യം. കെട്ടിപ്പിടുത്തം നിന്നെ ശരി മോന്റെ മാന അവിടെ നിൽക്കാൻ പറഞ്ഞത് എന്നെ അവിടെ നിൽക്കാൻ. എന്ത് വേണം? കല്യാണം കഴിക്കണം. എന്നെയോ? ലീല, ഞാൻ പറയാം. ഞാനും ശ്രീകൃഷ്ണനും തമ്മിൽ സ്നേഹത്തിലാ. ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം. അതിന് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നാ പറയുന്നത്. എന്താ അമ്മേ? എന്റെ മോക്ക് കല്യാണം ഉറപ്പിച്ചതാ ഇവന്റെ തന്തേന്നല്ലേ. പ്രഭാകരൻ ഏതോ ഒരു പെണ്ണിനെ കൂടെ താമസിപ്പിച്ചെന്ന് പറഞ്ഞ അവര് പിന്മാറി. അത് ഞാനങ്ങ് ക്ഷമിച്ചു. എന്നാലും ഇവ പിന്നെ ഇവിടെ പിന്നാലെ കൂടി റോഡി വെച്ച് തോന്നിയാസം കാണിക്കാ. അമ്മ ഇപ്പൊ മോളെ വിളിച്ചോണ്ട് പോണം. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. വാടി ഇവിടെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിക്കട അവിടെ. ദാക്ഷണിയമ്മേ, എന്താ നിങ്ങളുടെ വിചാരം? വിശ്വാസവഞ്ചന കുറ്റകരമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങളുടെ കുടുംബസ്ഥിതിക്ക് പറ്റിയ ബന്ധം. എന്താ നിങ്ങളുടെ കുടുംബസ്ഥിതി? പറയൂ, കേൾക്കട്ടെ. ഞങ്ങൾ മാർത്താണ്ഡ മഠത്തിൽ പിള്ളയുടെ വംശമാ. പച്ച കള്ളവാ. അമ്മയുടെ ഒരു വലിയ മുത്തശ്ശി ആ തറവാട്ടിൽ അടിച്ചുകളിക്കാരിയായിരുന്നു. അതാ സത്യം. ഇത് മറ്റൊരു കേസിനുള്ള വഴി. എനിക്ക് ഈ കല്യാണം പരിപൂർണ സമ്മത. ദാക്ഷായണിയമ്മ പേടിച്ചാ ഞാനൊന്നും മിണ്ടാതെ നിൽക്കണത്. ഭാര്യ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? അതൊരു ശീലായിപ്പോയി. നിങ്ങൾ വാക്ക് പാലിക്കണം. വംശപാരമ്പര്യം പ്രസംഗിച്ചാൽ മാത്രം പോരാ, അത് പ്രവൃത്തിയിലും കാണിക്കണം. നിങ്ങൾ ഈ വിവാഹം നടത്തി കൊടുത്തില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ നടത്തി കൊടുക്കും. എന്ത് പറയുന്നു? ഞങ്ങൾ തന്നെ നടത്തി കൊടുക്കാം. മാധവക്കുറുപ്പേ, ജോത്സ്യരെ കണ്ട് മുഹൂർത്തം നോക്കിക്കോളൂ. ശരി. പ്രഭാകരനില്ലേ ഇവിടെ? ഇല്ല, ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി. ആ, എന്റെ ഭാര്യ പറഞ്ഞു ഇവൾക്ക് നന്നായിട്ട് വെക്കാനും വിളമ്പാനും ഒക്കെ അറിയാന്ന്. നല്ല വിശപ്പുണ്ട്, വല്ലതും കഴിക്കാനുണ്ടാ? ഉണ്ട്, പുട്ടും പയറും തരട്ടെ. ആ, ചെറുപ്പത്തിലെ ഭക്ഷണം എന്ന് പറഞ്ഞ ആർത്തിയാ. എത്ര കഴിച്ചാലും മതിയാവില്ല. പിന്നെ കൂടിയും തുടങ്ങിയപ്പോ പറയും വേണ്ട. ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് 5-6 ദോശ കഴിച്ചതാ. അത് എവിടേക്കാ പോണേന്ന് എനിക്കറിയില്ല. മോളെ, ഞാൻ ഇനി ഇവിടെ തന്നെ നിങ്ങളുടെ കൂടെ കഴിയാൻ പോവാ. എന്താ? അന്ന് എന്റെ കാശില്ലായിരുന്നു. വേണ്ട മോളെ, ഇന്നലെയും ഇന്ന് ഇതുവരെയും ഞാൻ കഴിച്ചിട്ടില്ല. കഴിക്കാതെ നിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കണ്ടവന്റെ മുമ്പിലൊക്കെ കുടിക്കാൻ വേണ്ടി കൈ നീട്ടിയിട്ടുണ്ട്. അതൊരു നാണക്കേടാണെന്ന് അപ്പൊ ഞാൻ ഓർത്തില്ല. എനിക്ക് വേണ്ട. പ്രഭാരനിരിക്കോ, ആശ കുളിക്കാൻ ഇപ്പൊ വരും. ഇത് 250 രൂപയുണ്ട്. ഞാൻ മിസ് ആശയ്ക്ക് കൊടുക്കാനുള്ളതാണ്. എനിക്ക് അവരെ കാണണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈ പണം മടക്കി കൊടുക്കണമെന്ന് നിർബന്ധമുണ്ട്. നിൽക്കൂ. ഇവിടെ വരെ വന്നിട്ട് ആശയെ കാണാതെ പോകുന്നത് എന്തായാലും ശരിയല്ല. അങ്ങനെ ഒരു ബന്ധമല്ല ആശയ്ക്ക് നിങ്ങളോടുള്ളത്. എന്ത് ബന്ധം? എന്നെ സസ്പെൻഡ് ചെയ്യിപ്പിച്ച അവരല്ലേ? ആ ധാരണ ശരിയല്ല. കണ്ടുമുട്ടിയ നിമിഷം മുതൽ ആശ പ്രഭാരനെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്ദുവിനെ പ്രഭാരം കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ആ സ്ഥാനത്ത്. സ്റ്റെല്ല, നീ സംസാരിച്ചു നിന്നതല്ലാതെ പ്രഭാകരന് ഒരു ചായ വേണോന്ന് പോലും ചോദിച്ചില്ല അല്ലേ? എന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ. ഒരു ചെറിയ തെറ്റ് എനിക്ക് പറ്റി. ഞാനത് തിരുത്തുകയും ചെയ്തു. ഒരു പ്രധാന കാര്യം, ഞാൻ ഇന്ദുവിനെ കണ്ട് സംസാരിച്ചത് വളരെ പ്രയോജനം ചെയ്തു. ചിലതൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞു. ഞാൻ SP കാണാൻ പോവാണ്. പ്രഭാകരൻ കൂടി എന്നോടൊപ്പം വരണം. ഈ ബേബിച്ച മുതലാളിയെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. ജുവലറി, ഫൈനാൻസ് കമ്പനി, എക്സ്പോർട്സ്, എസ്റ്റേറ്റ് തുടങ്ങി പലതുമുള്ള ആളാ. പിന്നെ ഹൈ ലെവൽ ഇൻഫ്ലുവൻസും ഉണ്ട്. സോളിഡ് എവിഡൻസ് ഇല്ലാതെ ഒരു ആക്ഷനും എടുക്കാൻ പറ്റില്ല. തെളിവുകൾ ഉണ്ടാക്കാൻ സാർ. തെക്കേപ്പാട്ട് ജുവലറിയിൽ മോഷണം നടത്തിയത് വാസുവല്ല, ഈ ബേബിച്ച മുതലാളിയുടെ ആളാണ്. തെക്കേപ്പാട്ട് ജ്വല്ലറി മോഷണ കേസ് വാസുവിനെ പിടിച്ചത് ഈ നിൽക്കുന്ന പ്രഭാകരൻ തന്നെയല്ലേ? അത് ആള് മാറിപ്പോയതാണ് സാർ. അപ്പോ അത് ആരാണെന്നറിയാതെ നിങ്ങളുടെ പേരിലുള്ള സസ്പെൻഷൻ പോലും എനിക്ക് പിൻവലിക്കാൻ പറ്റില്ല. ആളെ അറിയാം സാർ. അതൊരു അച്ചുവാണ്. അയാളെ കണ്ടുപിടിച്ചാൽ ഈ ഒരു കേസ് മാത്രമല്ല മറ്റു പലതിനും തുമ്പുണ്ടാവും. അയാളുടെ വേറെ ബൂട്ട്സ് അറിയാൻ എന്താ വഴി? ഇപ്പൊ ജയിലിലുള്ള വാസുവിന് അച്ചുവിന്റെ താവളങ്ങളെല്ലാം അറിയാം. വാസുവിനെ 1-2 ദിവസത്തേക്ക് വിട്ടുതരാനുള്ള ഏർപ്പാടുകൾ സാറ് ചെയ്തു തരണം. യു മീൻ
മുള്ളുകൊണ്ട് മുള്ളെടുക്കുക അതല്ലേ? സർ, പക്ഷെ അതിലുള്ള റിസ്ക് ഐ വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി സർ. ഓക്കെ, നമുക്ക് ജയിൽ സൂപ്രണ്ടിനെ കാണാം. അച്ഛൻ്റെ ഒരു താവളം നാരായണന്റെ വീടാ. അണ്ണൻ എന്താ വേണ്ടത്? കോഴിയാടോ? മീൻകറി മതി. അല്ല, ഇതാര് വാസുവോ? എവിടെയായിരുന്നു ഇത്രയും നാളും? ഞങ്ങളെയൊക്കെ ഒന്ന് മറന്നു അല്ലേ? നീങ്ങ വന്നേ. ഞാൻ അവളെ നടത്ത് കാണട്ടെ. ആയ കാലത്ത് ഞാനും ഇവിടെ പോലെ ഇരുന്നതാ. നിനക്ക് എത്ര അഡ്വാൻസ് വേണോടി? എത്ര കിട്ടുമെന്ന് പറ. 10,000 വരെ ആരും കണ്ണുമടച്ച് തരും. പിന്നെ കിട്ടുന്ന അവരവരുടെ മനോധർമ്മം പോലെ ഇരിക്കും. അച്ചുവിടെ അവനെ കണ്ടിരുന്ന കാര്യം വേഗം ശരിയായനെ. ആ കാര്യം വാസു അറിഞ്ഞില്ലേ? ആ കള്ളയുടെ ആ ഫ്രണ്ട് എടുത്തുനിന്ന് പോയി. ഇപ്പൊ ആ പങ്കജാക്ഷിയുടെ കൂടെയാ. ഏത് പങ്കജാക്ഷി? പങ്കജാക്ഷി, എടി പങ്കജാക്ഷി. എന്താ? എന്റെ അച്ഛനെ വിളിച്ച്. ഏതച്ചോണ്ണൻ? എന്റെ അച്ഛണ്ണൻ. നീ കൈവശം കൊടുത്ത് പിടിച്ചു വെച്ചിരിക്കല്ലേ? അത് നിന്റെ തൊടില് ചാരായത്തിൽ നീ ജപിച്ചു കൊടുത്തത്. അത് ഛർദ്ദിപ്പിക്കാൻ ഞാൻ പെട്ടപാട് എനിക്കറിയാം. എന്റെ കഞ്ഞി പാറ്റായിട്ടുണ്ട് അപരാധം പറയുന്നു. എന്നാലും നിന്റെ അച്ഛനെ കൊണ്ട് ഞാൻ ഇവിടേക്ക് പോകും. അച്ഛണ്ണ, കാണട്ടെ. മര്യാദയ്ക്ക് രണ്ടെണ്ണത്തിന് ഞാൻ കുത്തി മലർത്തും പറഞ്ഞേക്കാം. നാരായണ നീ പോ. ഇല്ല, അച്ചോണ്ണം വന്നാലേ ഞാൻ പോവും. എനിക്കും ചോദിക്കാനും പറയാൻ ആളുകളുണ്ടെന്ന് നീ കണ്ടോടി എന്തവളെ. അണ്ണന്മാരെ, നിങ്ങളിങ്ങ് വാ. കുട്ടി ഭാസ്കര ഓടിവാ. ആരാ മോളെ ഇവര്? എന്റെ ചിറ്റപ്പൻ. ഈ മനുഷ്യനെ ഞങ്ങൾ വഴിയാധാരാക്കിയത്. ഒളിച്ച താമസ കണ്ടുപിടിക്കണം വിചാരിച്ചു. മധുരയുടെ സുവാസം കൊണ്ടുപോടാ. വിടണോ അവളെ? വീട്ടിൽ കയറി വന്ന് അക്രമം കാണിക്കുന്നു. താനാരാ ചോദിക്കാൻ? എന്റെ ഭാര്യയെ ബാലെ കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്. ആരായാലും ഇവർക്ക് ഇഷ്ടമില്ലാതെ ഇവിടെ നിന്ന് പിടിച്ചിറക്കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൾ എന്റെ മോളാ. കള്ളും ചാരായം കുടിച്ച് ഒരുപാട് ദ്രോഹങ്ങൾ ഞാൻ എന്റെ കുടുംബത്തിന് ചെയ്തിട്ടുണ്ട്. അതിന് പ്രാശ്ചിത്തായിട്ട് ഒരു നല്ല കാര്യമെങ്കിലും എനിക്ക് ചെയ്യണം. ഈ കുഞ്ഞിനെ ഞാൻ വിട്ടുതരില്ല. തടി കേടായിട്ടൊക്കെ മറിക്കൂ. ഭീഷണിപ്പെടുത്തുന്നോ? കൊല്ലങ്ങൾ പോലീസുകാരനായിരുന്നവനടാ ഞാൻ. കിളവനാണെങ്കിലും ഇപ്പോഴും ആ രക്തം തന്നെയാടാ എന്റെ ശരീരത്തില്. അക്രമം എവിടെ കണ്ടാലും ഞാൻ എതിർക്കും. അതുപോലെ നിന്നെപ്പോലുള്ള ഗുണ്ടകളെ.